ഹലോ എവരി വൺ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 രജിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷൻ. ഈ ചാപ്റ്ററാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നമുക്ക് ഇനി പറയാനുള്ളത് പവേഴ്സ് ഓഫ് രജിസ്ട്രാർ എന്ന ടോപ്പിക്ക് തൊട്ടാണ് ഇനി പറയാനുള്ളത്. അപ്പം ഈ രജിസ്ട്രാർ ആരാണ്, രജിസ്ട്രാർ പവർ എന്താണെന്ന് ഓൾറെഡി നമ്മൾ മുൻപ് ചെറിയ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മുന്നേ എടുത്ത ചാപ്റ്ററുകളിൽ ചെറിയ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് അവിടെ പവർ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, നോക്കാം. അപ്പം സെക്ഷൻ 3 subsection 1 of the Cooperative Societies Act provides that the state government may appoint a person to be the registrar of a cooperative society. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പ്രകാരം രജിസ്ട്രാർ എന്ത് ചെയ്യുന്നത്, അപ്പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ രജിസ്ട്രാർ അപ്പോയിൻ്റ് ചെയ്യുന്ന അതോറിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ഓക്കെ, അക്കോർഡിംഗ് ടു സെക്ഷൻ 2 ഓഫ് ദി ഗവൺമെൻറ് may by general or special order confer on any other personal or any of the powers of the registrar. അല്ലേ, അതായത് സെക്ഷൻ 2 പ്രകാരം ഗവൺമെൻറ് സ്പെഷ്യൽ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ട് ആണ് രജിസ്ട്രാർ എന്ത് ചെയ്യുന്നത്, അപ്പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 3 സബ്സെക്ഷൻ 1 രജിസ്ട്രാർ അപ്പോയിൻ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോയിൻ്റ് ചെയ്യാനുള്ള അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ്, സംസ്ഥാന ഗവൺമെൻറ്റിനാണ് രജിസ്ട്രാറെ അപ്പോയിൻ്റ് ചെയ്യാനുള്ള അധികാരം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് താഴെ കോളം കാണാൻ പറ്റും. അതിൽ നാല് വ്യക്തികളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ അഡീഷണൽ രജിസ്ട്രാർ. അഡീഷണൽ രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ രജിസ്ട്രാറെ തൊട്ട് താഴെയുള്ള ആളുകളാണ് ഇവർ. അഡീഷണൽ രജിസ്ട്രാർ, ജോയിൻറ്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ. അപ്പോൾ ഇത്രയും ആളുകളുണ്ട്. ഇത് രജിസ്ട്രാറാണ് ഏറ്റവും ടോപ്പിൽ, അല്ലേ. അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ടോപ്പിലുള്ള ആൾ രജിസ്ട്രാറാണ്. അതിൻ്റെ രജിസ്ട്രാർ താഴെയുള്ള ആളുകളാണ് അഡീഷണലും ജോയിൻറ്റും ഡെപ്യൂട്ടിയും അസിസ്റ്റൻറ്റും. അപ്പം ഇവരെ പവർ എന്താണെന്നാണ് ഇനി നോക്കുന്നത്. അപ്പോൾ രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് അറിയാൻ പറ്റും, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും രജിസ്ട്രാർ വഴിയാണ് എന്ത് ചെയ്യുക, നടക്കുക, അല്ലേ. രജിസ്ട്രാർ അറിയാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഫുൾ പവർ ആർക്കുണ്ട്, രജിസ്ട്രാർക്കുണ്ട്. അപ്പം ഇവരുടെ പവറുകൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അഡീഷണൽ രജിസ്ട്രാർ ആണെങ്കിൽ ഓൾ പവേഴ്സ് ഓഫ് ദി രജിസ്ട്രാർ അണ്ടർ ദ ആക്ട്. രജിസ്ട്രാർക്കുള്ള എല്ലാ പവറുകളും ആർക്കുണ്ട്, അഡീഷണൽ രജിസ്ട്രാർക്കുണ്ട്. ജോയിൻറ്റ് രജിസ്ട്രാർ ആണെങ്കിലും സെയിം, എന്താ, ഓൾ പവേഴ്സ് ഓഫ് ദി രജിസ്ട്രാർ അണ്ടർ ദി ആക്ട് പ്രകാരം രജിസ്ട്രാർക്ക് എന്തെല്ലാം പവറുകളുണ്ടോ ആ പവറുകൾ മുഴുവനുള്ള രണ്ട് വ്യക്തികളാണ് അഡീഷണൽ രജിസ്ട്രാറും ജോയിൻറ്റ് രജിസ്ട്രാറും. ഇനി ഡെപ്യൂട്ടി രജിസ്ട്രാർ ആണെങ്കിൽ ഓൾ പവേഴ്സ് ഓഫ് ദി രജിസ്ട്രാർ അണ്ടർ ദി ആക്ട് എക്സെപ്റ്റ് ദോസ് മീൻസ് കുറച്ച് സെക്ഷൻസ് അവിടെ റെഫർ ചെയ്യാനുണ്ട്. 32, 71 സബ്സെക്ഷൻ 1 ആൻഡ് 87. ഈ സെക്ഷനുകൾ ഒഴികെയുള്ള അതിന് നമുക്ക് വരും ചാപ്റ്ററുകളിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഡെപ്യൂട്ടി രജിസ്ട്രാർ ആണെങ്കിൽ രജിസ്ട്രാർ എല്ലാ പവറുകളും ഉണ്ട്, പക്ഷേ ചില സെക്ഷന് രജിസ്ട്രാർക്കുള്ള പവറുകൾ ആർക്കില്ല, ഡെപ്യൂട്ടി രജിസ്ട്രാർക്കില്ല. ഏതൊക്കെയാണ് സെക്ഷന്? 32, സെക്ഷൻ 32, സെക്ഷൻ 71 സബ്സെക്ഷൻ 1 ആൻഡ് 87. ഇത്രയും സെക്ഷനുകളിൽ രജിസ്ട്രാർക്കുള്ള പവറുകൾ ആർക്കില്ല, ഡെപ്യൂട്ടി രജിസ്ട്രാർക്കില്ല. ബാക്കി എല്ലാ പവറും ആർക്കുണ്ട്, ഡെപ്യൂട്ടി രജിസ്ട്രാർക്കുണ്ട്. അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ദ പവേഴ്സ് ഓഫ് ദി രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ, രജിസ്ട്രാർക്ക് പറയുന്ന സെക്ഷൻ, രജിസ്ട്രാർക്ക് പവറുകളുള്ള സെക്ഷൻസാണ് പറയുന്നത്. മുഴുവനും ഇല്ല. 29 സബ്സെക്ഷൻ 2, 30, 63, 64, 65, 66, 69, 70, 75 ആൻഡ് 76. ഇത്രയും സെക്ഷൻ റിലേറ്റഡ് ആയിട്ട് സെക്ഷൻ പവറുകൾ ആർക്കുണ്ട്, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർക്കുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം, കൺഫ്യൂഷൻ വേണ്ട. രജിസ്ട്രാർ ഫുൾ പവറുള്ള ആളുകൾ അഡീഷണൽ രജിസ്ട്രാറും ജോയിൻറ്റ് രജിസ്ട്രാറും. ഡെപ്യൂട്ടി രജിസ്ട്രാർ പവറുകൾ ഉണ്ട്, പക്ഷേ ഒന്ന് രണ്ട് സെക്ഷനുകളിൽ രജിസ്ട്രാർക്കുള്ള പവറുകൾ ആർക്കില്ല, ഡെപ്യൂട്ടിക്കില്ല. അസിസ്റ്റൻ്റ് ആണെങ്കിൽ രജിസ്ട്രാർക്കുള്ള ഒരുപാട് സെക്ഷനിൽ രജിസ്ട്രാർക്ക് ഫുൾ കംപ്ലീറ്റ് പവർ ഉണ്ട്. അതിൽ എടുത്ത് പറയുന്ന കുറച്ച് സെക്ഷനിലെ പവറുകൾ മാത്രം ആർക്ക് അസൈൻ ചെയ്യുന്നുള്ളൂ, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർക്ക് കൊടുക്കുന്നുള്ളൂ. ഏതൊക്കെയാണ്? 29 സബ്സെക്ഷൻ 2, 30, 63, 64, 65, 66, 69, 70, 75 ആൻഡ് 76. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആർക്കുള്ളൂ, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർക്കുള്ളൂ. പിന്നെ താഴെ പാരഗ്രാഫിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ രജിസ്ട്രാർ പറഞ്ഞു, അല്ലേ, ഒരു എന്താ പറയുക,
ഒരു ഫുൾ പവറുള്ള വ്യക്തിയാണ് രജിസ്ട്രാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിലപ്പം രജിസ്ട്രാർ അഭാവത്തിൽ അല്ലേ സാന്നിധ്യത്തിൽ ചിലപ്പോൾ അഡീഷണൽ രജിസ്ട്രാറും ജോയിൻറ്റ് രജിസ്ട്രാറൊക്കെ രജിസ്ട്രാറുടെ ഡ്യൂട്ടീസ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡീഷണലിനും ജോയിൻറ്റിനും ഫുൾ പവർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതേപോലെ ഒരു സൊസൈറ്റീൻ്റെ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ, ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു സൊസൈറ്റീൻ്റെ ഹെഡിന് അതിൻ്റെ മുഴുവൻ പവറും കൊടുക്കുകയാണെങ്കിൽ അതാണ് എന്ത് രജിസ്ട്രാർ അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഇതിൽ പറയുന്നുണ്ട് എന്താ all powers of the registrar are conferred upon the director of choir development in respect of all choir cooperatives. അത് കൊയർ നമ്മളെ കയർ ബോർഡ് ഉണ്ടല്ലോ, കൊയർ ബോർഡ്, കേരള കൊയർ ബോർഡ്. അപ്പോൾ കൊയർ ബോർഡിൻ്റെ ഡയറക്ടർക്ക് രജിസ്ട്രാർ പവറുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാൻ നമുക്ക് എന്ത് കൊയർ ബോർഡിൻ്റെ രജിസ്ട്രാർ എന്ന് വിളിക്കാം. അതേപോലെ choir cooperatives and to the secretary to the Ghadi and village industries in respect of Ghadi and village industrial cooperative. ഖാദി ആൻഡ് വില്ലേജിൻ്റെ സെക്രട്ടറിക്കും രജിസ്ട്രാർ പവറുകൾ സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് എന്ത് വിളിക്കാം രജിസ്ട്രാർ എന്ന് വിളിക്കാം. ആൻഡ് ഹിസ് സബോർഡിനേറ്റ്സ്. ഓക്കെ, the powers of registrar are conferred upon the director of fisheries in respect of all fisheries societies. അപ്പോൾ എന്താ പറയുക, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർക്ക് രജിസ്ട്രാർ പവറുകൾ അപ്പോൾ ഒരു രജിസ്ട്രാർക്ക് എന്തൊക്കെ പവറുകൾ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ബൈലോയിലും വളരെ വ്യക്തമായി രജിസ്ട്രാർ പവറുകളും രജിസ്ട്രാർ ഡ്യൂട്ടീസും ലയബിലിറ്റീസും ഒക്കെ പറയുന്നുണ്ട്. അപ്പം ആ രജിസ്ട്രാർ പവറും ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഇത്രയും താഴെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഫിഷറീസിനായാലും കൊയർ ബോർഡിനായാലും ഖാദി ആൻഡ് വില്ലേജിനാണെങ്കിലും അവർക്ക് അതിൽ സെക്രട്ടറിക്കോ ഡയറക്ടർക്കോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാം, വി ക്യാൻ സേ എന്ത് വിളിക്കാൻ പറ്റും, രജിസ്ട്രാർ എന്ന് വിളിക്കാൻ പറ്റും അല്ലേ. അവരെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, രജിസ്ട്രാർ എന്ന് വിളിക്കാൻ പറ്റും അല്ലേ. അവരും നമുക്ക് എന്താണ്, കാരണം അവരും രജിസ്ട്രാർമാരാണ്, കാരണം അവർക്ക് രജിസ്ട്രാർ പവറുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ എന്ത് പറയാൻ പറ്റും, രജിസ്ട്രാർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി പറയുന്നത് മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി അറിയാൻ പറ്റും അല്ലേ. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ അസോസിയേഷനാണ് അല്ലേ. ഷെയർ ഹോൾഡേഴ്സിൻ്റെ അസോസിയേഷനാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പം അതിൻ്റെ മെമ്പേഴ്സാണ് അതിലെ റിയൽ ഓണേഴ്സ്. അതിൽ മെമ്പേഴ്സാണ് യഥാർത്ഥ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സാണ്. കാരണം മെമ്പേഴ്സ് വോളണ്ടറി സ്വമേധയാ അവർ വന്നിട്ട് എന്ത് ചെയ്യാണ്, ജോയിൻ ചെയ്യാണ് അല്ലേ. സ്വമേധയാ ജോയിൻ ചെയ്തിട്ട് അവർ ഒത്തുകൂടുന്ന ഒരു സംഘം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെമ്പേഴ്സിന് അവിടെ ഫുൾ പവർ ഉണ്ട് അല്ലേ. മെമ്പേഴ്സിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പക്ഷേ മെമ്പേഴ്സാണ് അവിടുത്തെ റിയൽ ഓണേഴ്സായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് അതേപോലെ മെമ്പേഴ്സിന് ഡ്യൂട്ടീസ് ഉണ്ട്, അതേപോലെ റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പാണ്. ഓപ്പൺ മീൻസ് ആർക്കും എപ്പോൾ വേണമെങ്കിൽ വരാമെന്ന് പറയാൻ പറ്റില്ല, ആർക്കും വരാം, സ്വമേധയാ ആർക്കും വരാൻ പറ്റാവുന്നതാണ്. ഓക്കെ, അത് നമ്മുടെ കോർപ്പറേഷൻ്റെ ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളും കൂടിയാണ് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് മനസ്സിലാക്കേണ്ട, ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് എനിബഡി ക്യാൻ ജോയിൻ ദ സൊസൈറ്റി അറ്റ് എനി ടൈം. അപ്പോൾ ആർക്ക് എപ്പോൾ വേണമെങ്കിലും സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യാം എന്ന് ആരും എന്ത് ചെയ്യണ്ട, ആർക്കും പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, അവിടെ എന്തുണ്ട്, കുറച്ച് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, അതുപോലെ എന്താ പറയുക, കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് മെമ്പേഴ്സ് ആവുന്നതിൽ. അപ്പോൾ മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ മെമ്പർമാരാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ റിയൽ ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അവർക്ക് അവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ തന്നെ എന്താണ്, ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പാണ്. അപ്പോൾ ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് തെറ്റിദ്ധരിക്കരുത്, ആർക്ക് എപ്പോൾ വേണമെങ്കിലും കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും മെമ്പേഴ്സിന് കുറച്ച് ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹു ക്യാൻ ബിക്കം, സെക്ഷൻ 16 പറയുന്നത് ഹു ക്യാൻ ബിക്കം എ മെമ്പർ ഇൻ എ കോപ്പറേറ്റീവ്, ആർക്കൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പേഴ്സ് ആവാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. ഒന്നുമില്ല, പോയിന്റ് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിക്ക്, ഓർ എനി അതർ സൊസൈറ്റി, ഏതെങ്കിലും മറ്റൊരു സൊസൈറ്റിക്ക് ഒരു സൊസൈറ്റിയിൽ മെമ്പർ ആവാം. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് പഞ്ചായത്ത് പോലത്തെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾക്ക് മെമ്പർ ആവാൻ പറ്റും. ദി ഗവൺമെൻറ്റിന് എ ബോഡി പേഴ്സൺസ് അപ്രൂവ്ഡ് ബൈ ദി ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ബോഡി ഓഫ് പേഴ്സൺസിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെമ്പർ ആവാൻ പറ്റും. അപ്പോൾ ആർക്കൊക്കെ മെമ്പർ ആവാൻ പറ്റും ജസ്റ്റ് മനസ്സിലാക്കുക. ആൻ ഇൻഡിവിജ്വൽ, എനി അതർ സൊസൈറ്റി, എ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, ദി ഗവൺമെൻറ്. അഞ്ചാമത്തെ എ ബോഡി
ഓഫ് പേഴ്സൺ അപ്രൂവ്ഡ് ബൈ ദി ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള ബോഡി ഓഫ് പേഴ്സൺസിനും എന്താൻ പറ്റും, ക്യാൻ ബിക്കം മെമ്പർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി അവിടെ കുറച്ച് ദർ ആർ സർട്ടൈൻ റെസ്ട്രിക്ഷൻസ് ഇൻ ദി ഫോളോവിങ് കേസസ്. താഴെ പറയുന്ന കേസിൽ കുറച്ച് റെസ്ട്രിക്ഷൻസും കൂടി അവർക്കുണ്ട്. എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ, എ സൊസൈറ്റി ഫോംഡ് ഫോർ ദി പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ത്രൂ സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ്. ദെൻ എ സൊസൈറ്റി ഫോംഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദി ബെനിഫിറ്റ് ഓഫ് പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി. എ സൊസൈറ്റി for the benefit of a particular industry, example coffee board, rubber board or other statutory bodies. അപ്പം ക്വാളിഫിക്കേഷൻസ് പറഞ്ഞ പോലെ തന്നെ അവിടെ എന്തുണ്ട്, കുറച്ച് റെസ്ട്രിക്ഷൻസും ചെയ്യുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഒരു സഹകരണ സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പാണ്. അപ്പോൾ ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്നല്ല, അവിടെ ഒരുപാട് പ്രൊസീജിയേഴ്സും റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മളവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സൊസൈറ്റിയിൽ മെമ്പർ ആവാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് സെക്ഷൻ 16 റൂൾ 16 and 17 ക്വാളിഫിക്കേഷൻ ഫോർ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ്. ഒരു ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ മെമ്പർ ആവാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഹി മസ്റ്റ് ഹാവ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 18 years. 18 വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. സെക്കൻഡ് വൺ, ഹി ഷുഡ് നോട്ട് ബി ഓഫ് അൺസൗണ്ട് മൈൻഡ്. അൺസൗണ്ട് മൈൻഡ് ആവരുത്, ബുദ്ധിസ്ഥിരത ഉള്ള ആളായിരിക്കണം. ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ഒരാൾ ആവാൻ പാടില്ല, അൺസൗണ്ട് മൈൻഡ് ആവാൻ പാടില്ല. He should be a resident within the area of operation of the society, or he should be in a occupation of land within the area of operation of the society. ഏത് സൊസൈറ്റിയിലാണ് നമ്മൾ മെമ്പർ ആവാൻ ഉദ്ദേശിക്കുന്നത് ആ സൊസൈറ്റീൻ്റെ പരിസരവാസി ആയിരിക്കണം നമ്മൾ. ഓക്കെ, ദെൻ പിന്നെ പറയുന്നത് ഹി ഷുഡ് നോട്ട് ബി ആൻ ഇൻസോൾവെൻറ്റ് ഓർ ഷുഡ് നോട്ട് ഹാവ് അപ്ലൈഡ് ഫോർ അഡ്ജുഡിക്കേഷൻ ആസ് ആൻ ഇൻസോൾവെൻറ്റ്. കോടതിയിൽ ഒരു കാരണവശാലും ഇൻസോൾവെൻ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഇൻസോൾവെൻ്റ് ആവാൻ പാടില്ല. ഓക്കെ, ഇൻസോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ പാപ്പരാവാൻ പാടില്ല. ദെൻ ഹി ഷുഡ് നോട്ട് ഹാവ് ബീൻ സെൻറ്റൻസ്ഡ് ഫോർ എനി ഒഫൻസ് other than of political nature or involving moral turpitude. അതായത് എന്തെങ്കിലും കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളോ അല്ലെങ്കിൽ ധാർമ്മിക വ്യതിയാനം സംഭവിച്ചിട്ടുള്ള ഒരാളോ ആകാൻ പാടില്ല. ദെൻ പിന്നെ പറയുന്നത് ഹി ഷുഡ് നോട്ട് ബി a paid employee of the society or of its financing bank, or paid employee of any other society for which it is the financing bank. ഏതെങ്കിലും സൊസൈറ്റി റിലേറ്റഡ് ആയിട്ട് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ അവരുടെ ഫിനാൻസിങ് ബാങ്കിലോ ഒരു പെയ്ഡ് സാലറി കിട്ടുന്ന പെയ്ഡ് എംപ്ലോയി ആവാനായിട്ട് പാടുള്ളതല്ല. ദെൻ പിന്നെ പറയുന്നത് ഹി ഷുഡ് നോട്ട് ഹാവ് ബീൻ സർചാർജ്ഡ്. അദ്ദേഹം സർചാർജ് കിട്ടിയ ഒരു വ്യക്തി ആവാൻ പാടില്ല. അപ്പോൾ സർചാർജ് എന്ന് പറഞ്ഞാൽ അതൊരു പെർമനൻറ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. 3 വർഷം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, മെമ്പർ ആവാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. ഇനി റൂൾ 16 and 20 ലേ ഡൗൺ പ്രൊസീജിയർ ഫോർ ഗെറ്റിംഗ് മെമ്പർഷിപ്പ് കിട്ടുന്ന പ്രൊസീജിയേഴ്സാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, ഹി മസ്റ്റ് ഹാവ് അപ്ലൈഡ് ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് ഫോം ഗിവൺ ബൈ ദി സൊസൈറ്റി. നമുക്കറിയാൻ പറ്റും അല്ലേ. ഇപ്പം ഏതൊരു സൊസൈറ്റിയുടെ മെമ്പർ ആവണമെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഏതൊരു ക്ലബ്ബാണെങ്കിലും എന്താണെങ്കിലും മെമ്പർ ആവണമെങ്കിൽ ആദ്യം അവർ ഒരു ഫോം ഒരു പ്രിൻറ്റഡ് ഫോം ഉണ്ടാവും. ആ ഫോം നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ആ കൺസേൺഡ് എവിടെയാണോ, ഏത് സൊസൈറ്റിയാണോ അല്ലെങ്കിൽ ഏത് ക്ലബ്ബാണോ എവിടെ നിന്നാണോ, അപ്പം ക്ലബ്ബ് ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആ ഫോം വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഫില്ല് ചെയ്യും. ഓക്കെ, പിന്നെ പറയുന്നത് ഇനി പറയുന്ന പോയിൻറ്റ്സ് ഫോട്ടോയിൽ പെട്ടിട്ടില്ല, അപ്പം പറയുന്നത് ശ്രദ്ധിക്കുക. ഹി മസ്റ്റ് മേക്ക് നെസസറി പേയ്മെൻറ്റ് സച്ച് ആസ് അഡ്മിഷൻ ഫീ, സബ്സ്ക്രിപ്ഷൻ ടു ഷെയർ ക്യാപിറ്റൽ എക്സെട്ര. അതായത് അഡ്മിഷൻ ഫീ കൊടുക്കണം അല്ലേ. സ്വാഭാവികമായിട്ടും ഒരു സൊസൈറ്റി ആകുമ്പോൾ ഒരു ക്ലബ്ബ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ 10 or 20 സ്വാഭാവിക ക്ലബ്ബ് ആകുമ്പോൾ ഒരു 50 or 60 ഒക്കെ 100 ഒക്കെ നമ്മൾ അഡ്മിഷൻ ഫീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കും. അതേപോലെ എന്ത് ചെയ്യണം, നെസസറി പേയ്മെൻറ്റ് അവിടെ ചെയ്തിരിക്കണം. പിന്നെ ഹിസ് ആപ്ലിക്കേഷൻ or to have approved by the society. ആ സൊസൈറ്റി എന്ത് ചെയ്യണം, അവിടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യണം. ദെൻ ഹി മസ്റ്റ് ഹാവ് ഫുൾഫിൽഡ് ഓൾ അതർ കണ്ടീഷൻസ് ആസ് ലൈഡ് ഡൗൺ ഇൻ ദി ആക്ട്, റൂൾ ആൻഡ് ബൈലോ. അപ്പോൾ സൊസൈറ്റി ആകുമ്പോൾ ബൈലോയിലും എല്ലാം ഒരു നമുക്ക് പറഞ്ഞു മെമ്പർ ആകുമ്പോൾ നമുക്ക് എല്ലാം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടേ നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് മെമ്പർ ആവുകയുള്ളൂ അല്ലേ. അപ്പോൾ ആ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഫുൾഫിൽ ചെയ്തിരിക്കണം. പിന്നെ ഇൻ കേസ് ഓഫ് അതർ സൊസൈറ്റി, സ്റ്റാറ്റ്യൂട്ടറി ഓർ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് അപ്രൂവ്ഡ് ബൈ ദി ഗവൺമെൻറ് ഓർ കോർപ്പറേഷൻ കൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി മറ്റ് സൊസൈറ്റി ആണെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഗവൺമെൻറ് ആണ് അവിടെ എന്ത് ചെയ്യുക, മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, തീരുമാനിക്കുക. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ വാങ്ങുക, ഫില്ല് ചെയ്യുക, അവിടെ അഡ്മിഷൻ ഫീ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, പിന്നെ സൊസൈറ്റി അത് അപ്രൂവ് ചെയ്യും. എന്നിട്ട് സൊസൈറ്റീൻ്റെ റൂളും ബൈലും ആക്റ്റും ഒക്കെ നമുക്ക് വളരെ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, അതിനൊക്കെ നമ്മൾ എഗ്രി ചെയ്തിരിക്കണം. ഓക്കെ, ഇത്രയാണ് അതിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഐഡൻറ്റിറ്റി കാർഡ്. സെക്ഷൻ 16A എന്നാണ് ഐഡൻറ്റിറ്റി കാർഡിനെ പറ്റി പറയുന്നത്. അതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എ പേഴ്സൺ അഡ്മിറ്റഡ് ആസ് എ മെമ്പർ ഓഫ് എ സൊസൈറ്റി ഷാൾ ബി ഇഷ്യൂഡ് വിത്തിൻ
വിത്ത് ആൻ ഐഡൻറ്റിറ്റി കാർഡ് ഇൻ ഫോം 6A. ഫോം 6A പ്രകാരം ഒരു പേഴ്സൺ മെമ്പർ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ഇഷ്യൂ ചെയ്യണം? സൊസൈറ്റി ഷുഡ് ഹാവ് ടു ഇഷ്യൂ ഐഡൻറ്റിറ്റി കാർഡ് ടു ദി മെമ്പർ അല്ലേ. ഇറ്റ് ഷാൾ ബി എ കൺക്ലൂസീവ് എവിഡൻസ് ടു പ്രൂവ് ഇറ്റ്സ് മെമ്പർഷിപ്പ് ഇൻ ദി സൊസൈറ്റി. അതൊരു കൺക്ലൂസീവ് എവിഡൻസ്, ഒരു തെളിവാണ്, അതൊരു പ്രധാനപ്പെട്ട തെളിവാണ്. ഇപ്പോൾ എനിക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് കിട്ടി, സ്ഥാപനത്തിൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഐഡൻറ്റി കാർഡ് കിട്ടി. അപ്പോൾ ഞാൻ ആ കോളേജിലെ എംപ്ലോയി ആണ്, ആ കോളേജിൽ വർക്കും അവിടെ സ്റ്റാഫാണ് എന്നുള്ളത് തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൂവാണ്, കൺക്ലൂസീവ് എവിഡൻസ് ആണ് എന്ത്, എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ദ member shall furnish 2 copies of the റീസെൻറ്റ് ഫോട്ടോഗ്രാഫ് ഓഫ് പാസ്പോർട്ട് സൈസ് ടു ദി സൊസൈറ്റി. 2 ഫോട്ടോഗ്രാഫ് നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ത് ചെയ്യണം, മെമ്പർ സൊസൈറ്റിയിലേക്ക് കൊടുക്കണം. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ മെമ്പർ സൊസൈറ്റിയിൽ കൊടുത്തിരിക്കണം. ഒരു ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡിൽ എന്ത് ചെയ്യും, അഫിക്സ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, കൺസേൺഡ് രജിസ്റ്ററിൽ അവരെന്ത് ചെയ്യും, പതിക്കും. അപ്പം ഈ ഫോട്ടോഗ്രാഫ് ആരെ അറ്റസ്റ്റ് ചെയ്യണം? അറ്റസ്റ്റഡ് ബൈ ദി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി ഓർ ഓഫീസർ സ്പെഷ്യലി അപ്രൂവ്ഡ് ബൈ ദി കമ്മിറ്റി ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ ഈ പർപ്പസിന് സ്പെഷ്യലായിട്ട് അപ്രൂവ് ചെയ്തുള്ള ഏതെങ്കിലും ഓഫീസറോ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ എന്ത് ചെയ്തിരിക്കണം, ആ ഫോട്ടോഗ്രാഫ്സ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ. ദെൻ പറഞ്ഞ പോലെ തന്നെ ഒരു കോപ്പി നമ്മൾ ഐഡൻറ്റിറ്റി കാർഡിൽ വെക്കും, മറ്റേതെന്ത് ചെയ്യും, അവരുടെ കൺസേൺഡ് രജിസ്റ്ററിൽ എന്ത് ചെയ്യും, അവർ വെക്കും. അതിൽ സൊസൈറ്റീൻ്റെ സീലും ഇവരുടെ മുകളിൽ പറയപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ സൈനും അറ്റസ്റ്റേഷനും അതിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് സൊസൈറ്റി ഷാൾ ഇഷ്യൂ ഐഡൻറ്റി കാർഡ് വിത്തിൻ എ പീരിയഡ് ഓഫ് 15 days ഫ്രം ദി ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദി ഫോട്ടോഗ്രാഫ്. ഫോട്ടോഗ്രാഫ് കിട്ടിക്കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് കൊടുത്തിരിക്കണം, ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്തിരിക്കണം. അല്ലാതെ വെച്ചാണ്ടിരിക്കാൻ പറ്റില്ല അല്ലേ. അതായത് ഇപ്പോൾ ഒന്ന് കൊടുത്താൽ പിന്നെ കൊടുക്കും, 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് കൊടുക്കുക എന്നുള്ള ഒരു താപ്പട പറ്റില്ല. 15 ദിവസത്തിനുള്ളിൽ എന്ത് കൊടുത്തിരിക്കണം, സൊസൈറ്റി ഐഡൻറ്റി കാർഡ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഓക്കെ. ദെൻ the identity card shall be issued direct to the member concerned. It should not be given to any other person. ആർക്കാണ്, ഇപ്പോൾ എനിക്കാണ് ഐഡൻറ്റി കാർഡ് എങ്കിൽ എൻ്റെ കയ്യിൽ തന്നെ തരിക, ഒരിക്കലും മറ്റൊരാൾക്ക് അത് കൊടുക്കരുത്. ഇപ്പം നമ്മളത് കൈമാറ്റം ചെയ്യരുത്, അവരെന്ത് ചെയ്യണം, നമ്മളെ കയ്യിൽ നേരിട്ടിട്ട് അത് തരികയും വേണം. കാരണം ഇത്രയും പ്രൊസീജിയേഴ്സ് കീപ്പ് ചെയ്യുമ്പോൾ അതും കൂടി എന്ത് ചെയ്യണം, സൊസൈറ്റി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി എന്തെങ്കിലും ഐഡൻറ്റി കാർഡ് കറക്റ്റ് ടൈമിന് അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലേ, അപ്പോൾ ഇതിനായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓഫീസർ ഉണ്ടാവും, സ്പെഷ്യൽ ഓഫീസർ ഉണ്ടാവും, അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാവും. ഇവരുടെ അടുത്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് സമീപിക്കാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ ഐഡൻറ്റിറ്റി കാർഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും സ്വാഭാവികമായിട്ടും വീണ്ടും നമുക്ക് ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് സൊസൈറ്റിനെ സമീപിക്കാനായിട്ട് പറ്റുന്നതാണ്. അതിൽ പറയുന്നത് നോ അപ്ലിക്കേഷൻ ഫോർ ഡ്യൂപ്ലിക്കേറ്റ് ഐഡൻറ്റിറ്റി കാർഡ് ഷാൾ ബി റിജക്റ്റഡ് വിത്തൗട്ട് ഗിവിംഗ് ദി അപ്ലിക്കൻറ്റ് ഓൺ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹിയർഡ്. അപ്പോൾ ഒരു കാരണവശാലും എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടു എന്നുള്ളത് അപ്പോൾ നമ്മൾ ചിലപ്പോൾ വീണ്ടും അപ്ലിക്കേഷൻ കൊടുത്തെന്ന് വരും അല്ലേ. അപ്പോൾ ആപ്ലിക്കേഷൻ ഒരു കാരണവശാലും അവർ റിജക്റ്റ് ചെയ്യരുത്. എന്ത് പരിഗണിക്കാതെ റിജക്റ്റ് ചെയ്യരുത്. ആ നഷ്ടപ്പെട്ട വ്യക്തിൻ്റെ അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് കൊടുത്ത് അത് കേട്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളത്, റിജക്റ്റ് ചെയ്യണോ അതോ അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യം സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് തീരുമാനിക്കാനായിട്ട് പറ്റുകയുള്ളൂ. Then if the original of an identity card for which a duplicate was issued has been recovered later, it should be surrendered to the society. നമുക്കിപ്പോൾ ഒറിജിനൽ കിട്ടി, നമുക്ക് എന്താ പറയുക, ഡ്യൂപ്ലിക്കേറ്റ് നമ്മളെ കയ്യിൽ അവർ ഓൾറെഡി ഇഷ്യൂ ചെയ്ത്, അപ്പം ആ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, സറണ്ടർ സൊസൈറ്റിയിൽ കൊടുത്തിരിക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഐഡൻറ്റി കാർഡുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഓക്കെ. ഇനി എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് സെക്ഷൻ 17 ആൻഡ് റൂൾ 18. എക്സ്പെൽഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം പുറത്താക്കുക എന്നാണ്. മെമ്പർമാരെ പുറത്താക്കുക, സൊസൈറ്റിയിൽ മെമ്പർമാരെ പുറത്താക്കും. എങ്ങനെ അവർ സൊസൈറ്റിയിൽ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ആക്ടിനും റൂളിനും ബൈലോക്കും എതിരായിട്ട്